അപ്പം നമ്മൾക്ക് ഇന്ന് എന്ത് ചെയ്യാണ്ട് ഇവിടുന്ന് ഒരുപാട് അറിവുകളും കാര്യങ്ങളും കിട്ടാനുണ്ട്. നിങ്ങൾ ഇതില് സ്ഥിരമായിട്ട് സൂമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾക്ക് ഇന്ന് വരുന്നത് ഒരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ തൃശ്ശൂർ പാടാനംപള്ളി സ്വദേശിയായിട്ടുള്ള നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ജോയിൻ ചെയ്ത് പോയം ഫോർജ് സ്റ്റാർട്ടിങ് മുതൽ ജോയിൻ ചെയ്ത് നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് ടീമിലൂടെ വരുമാനം ഉണ്ടാക്കി ടീമിലുള്ളവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മളോട് ഒരുപാട് സൂമുകളിൽ സംസാരിച്ച് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഒരു ഹാപ്പി മൈൻഡിൽ നമ്മുടെ എല്ലാ രീതിയിലും പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ വാടാനംപള്ളി സ്വദേശിയായിട്ടുള്ള ലീസാറാണ്. അപ്പോൾ ലീസാർ ഞാൻ എന്ത് ചെയ്യാണ് ഇന്നത്തെ സൂമിൽ നമ്മൾക്ക് ഒരുപാട് അറിവുകളും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി അദ്ദേഹത്തെ ഈ സൂമിലേക്ക് നല്ല ഡിജിറ്റൽ ക്ലാപ്പോട് കൂടിയും ഹെഡ് സിംബിളോട് കൂടി എന്ത് ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ ഇതിലേക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം പ്ലീസ് സർ. Thank you so much, sir. Thank you, sir. Good morning, Empower family. Good morning. Once again, നമ്മൾ അടുത്തൊരു 7 AM ക്ലബ് കൂടി നമുക്ക് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. വളരെ ഹാപ്പിയാണ് ഈ ഒരു എംപവർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത്തരത്തിലൊരു 7 AM ക്ലബിൽ ഒരു സെഷൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രൗഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൈഡോട് കൂടിയിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാലോ ഇതിൽ ഏതൊക്കെ ലീഡേഴ്സ് ആണ് ഇതിൽ വന്നിട്ട് 7 AM സെഷൻ നമുക്ക് വേണ്ടിയിട്ട് അത് മോട്ടിവേഷൻ ആയിക്കോട്ടെ ജനറൽ ആയിട്ടുള്ള അറിവുകളായിക്കോട്ടെ എല്ലാം തരുന്നത്. സോ ഒരേ സമയം അഭിമാനം തോന്നുന്നതോടൊപ്പം തന്നെ ഭയങ്കര ചാലഞ്ചിങ്ങുമാണ് ഈ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം അത്രയും ലെജൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുള്ളത്. സോ സമദ് സാറിനെ പരിചയപ്പെടുത്തി. എന്റെ പേര് ലിജിത്ത് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി സ്വദേശിയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു മെയ് മാസം മുതൽ എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചു. സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു മേഖല. അപ്പൊ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് ഞാനും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണോ നമ്മൾ നിൽക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരത്തിൽ ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് കുറച്ചു പേർക്കെങ്കിലും നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊരു ചെറിയ ചെറിയ എക്സ്പ്ലനേഷനും കൂടിയിട്ട് ഞാൻ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് കണക്ട് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മേഖലയാണ്. അതുപോലെ തന്നെ ആ ഡിജിറ്റൽ മേഖലയിൽ നമ്മുടെ ഒരു അഫിലിയേഷൻ അല്ലെങ്കിൽ അഫിലിയേറ്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാനിന്ന് നമ്മളുമായിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ അസറ്റ് ഏണിംഗ് എന്നുള്ളത്. നമ്മുടെ ഫ്യൂച്ചർ ഇനി എന്തായാലും ഒരു ഡിജിറ്റൽ മേഖലയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിലൂടെ നമുക്ക് ഏത് രീതിയിലൊക്കെ നല്ല വരുമാനം നേടാൻ സാധിക്കും, അതിനെ നമുക്ക് ഡെവലപ്പ് എന്നുള്ള കുറച്ച് ഒരു ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യുന്നതിലൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആളുകളായിട്ട് മാറാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ എങ്ങനെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മേഖല ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ഒരു ഓർഡിനറി എന്നുള്ളതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് എങ്ങനെ നമുക്ക് മാറാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിതിൽ ആവശ്യം വരുന്നത് ഫസ്റ്റ് പോയിന്റ് ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ പഠിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് നമ്മളുടെ ഇന്ന് നിലവിലുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മേഖലയിലൂടെ അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേര് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്നവരുണ്ടാവാം. അപ്പൊ അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ
പ്രയത്നം അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല നമുക്കിനി ആവശ്യം വരും. നമുക്കൊരു വരുമാനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യം നേടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാർഡ് വർക്ക് മാത്രമല്ല ഇനി ആവശ്യം വരുന്നത്. അതായത് നമുക്ക് അവിടെ നമ്മളുടെ സമയം മൾട്ടിപ്ലൈ, അതായത് ലിവറേജ് ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഡിജിറ്റൽ അസറ്റുകൾ ഏൺ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളുടെ ഓണർഷിപ്പ് എടുക്കുന്ന വ്യക്തികളായിരിക്കും ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വരുമാനവും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സമ്പാദ്യമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധ്യത കൂടുതലുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രമല്ല, ഒരുപാട് ഫിനാൻഷ്യൽ എക്സ്പെർട്സ് വേൾഡ് വൈഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള മേഖല അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ അസറ്റും അതേപോലെ തന്നെ അതിന്റെ ഓണർഷിപ്പ് എടുക്കുന്ന നല്ല രീതിയിലുള്ള ധനികർ അല്ലെങ്കിൽ സമ്പന്നരായിട്ട് മാറുന്നത് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ, അല്ലെ? നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഒരു ജോലിക്കായിരുന്നു. ജോലി ചെയ്യുക, വരുമാനം നേടുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ കുറച്ചു കാലം മുൻപ് വരെ നമ്മളുടെ എല്ലാ ആളുകളും ആ ഒരു ടോട്ടൽ സൊസൈറ്റി അത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. സ്കിൽ, അതായത് സ്വയം എന്തെങ്കിലും കഴിവുള്ള വ്യക്തികൾ ആ കഴിവിനെ വരുമാന മാർഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സ്വന്തം കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് ആ കഴിവിലൂടെ വരുമാനം നേടിയിട്ടുള്ള ആളുകൾ, അതൊരു ഇൻഡസ്ട്രി ആയിരുന്നു. ജോലി എന്നുള്ളതിനേക്കാൾ ഉപരി സ്വയം നമുക്ക് സ്വന്തമായിട്ടുള്ള കഴിവുകളിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം നേടാനായിട്ട്, അത് ഡെവലപ്പ് ചെയ്ത് വരുമാനം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് ഡിജിറ്റൽ അസറ്റ് ഇക്കോണമി. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ അസറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2008 മുതൽ നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കോയിനാണ്. നമുക്ക് പലരും അറിവില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലൊരു മേഖല ഇനി വരുമോ എന്നുള്ള അതിലൊരു തുടക്കകാലം ആയതുകൊണ്ട് നമുക്ക് ആർക്കും അതിലൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കാം നമുക്ക് പലർക്കും ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയൊരു അസറ്റ് മിസ്സായി പോയിട്ടുള്ളത്. ചിലർക്ക് അതിലൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം. എനിവേ, ഇനി അങ്ങോട്ടുള്ള കാലമെല്ലാം എന്താണ് ഡിജിറ്റൽ അസറ്റിന്റെ കാലഘട്ടമാണെന്ന് എല്ലാ ഫിനാൻഷ്യൽ എക്സ്പെർട്സും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ വരുമാനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു ട്രഡീഷണൽ ഇൻകം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സമയവും അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് എത്രത്തോളം എഫേർട്ട് ഇടുന്നു, എത്രത്തോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ട്രഡീഷണൽ മേഖലയിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. അത് എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും അതിനൊരു ലിമിറ്റേഷൻ, ഒരു ലിമിറ്റഡ് ഇൻകം ആണ് നമുക്കൊരു ട്രഡീഷണൽ മേഖലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മളുടെ എഫേർട്ടും മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. ഇത് നേരെ ഒരു ഡിജിറ്റൽ ഇൻകം സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആ ഒരു മേഖലയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനാണ്. ആ സിസ്റ്റം നമ്മളുടെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ ആ സിസ്റ്റം പഠിച്ച് നമ്മൾ അതിന്റെ ഭാഗമാകുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഒരു സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും, നമ്മൾ ആ സിസ്റ്റത്തെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റത്തെ എത്രത്തോളം നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം നേടാനുള്ള ഒരു സാധ്യതയാണ് ഡിജിറ്റൽ മേഖല നമുക്ക് തുറന്നു തരുന്നത്. ഇനി നമുക്കറിയാം, നമുക്കിനി ഡിജിറ്റൽ അസറ്റ് ആണ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻകം ആണ് നമ്മൾ കൂടുതൽ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പലരും ഇതിൽ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രഡീഷണൽ മേഖലയിൽ പല രീതിയിലും ഏണിങ്സ് എടുക്കുന്നവരുണ്ടായിരിക്കാം. നമുക്കൊക്കെ ഒരു കാര്യം, നമ്മൾ എത്രത്തോളം ട്രഡീഷണൽ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, മാർക്കറ്റിലേക്ക് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളായിക്കോട്ടെ അവരൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഇതൊക്കെ പലർക്കും നെഗറ്റീവ് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഒരു മോട്ടിവേഷന്റെ പുറത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ബൈ ഡിഫോൾട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നാളെ ആ ഇന്റർനെറ്റ് എന്നുള്ള ഒരു സംഗതി ഇല്ല എന്ന് വിചാരിച്ചാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായിരിക്കും? ട്രഡീഷണൽ ഇൻകം ആണ്. നാളെ ഇന്റർനെറ്റ് എന്നുള്ള ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വരുമാനങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും? നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടില്ലേ? അപ്പൊ എന്ത് തന്നെയായാലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ആണ്, 100% ഷുവർ ആണ്. അതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്, നമ്മൾ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ഇന്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്രത്തോളം വരുമാനം നമുക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി ട്രഡീഷണൽ മേഖല പോലും ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കണക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്കറിയാം, ഈ ടെക്നോളജി മുന്നോട്ട് പോകുന്തോറും ആ മേഖലയിലേക്ക് മാക്സിമം നമ്മൾ കടന്നു വരാൻ ശ്രമിച്ചാൽ തന്നെയാണ് നമുക്ക് വരുമാനത്തിൽ അല്ലെങ്കിൽ സമ്പാദ്യത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ സെഷൻ ഒരു മോട്ടിവേഷൻ അല്ല, പക്ഷെ നമ്മൾക്ക് ഇനി സമ്പാദ്യം അല്ലെങ്കിൽ നമ്മളുടെ വരുമാനം ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളതിനുള്ള ഞാൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. നെക്സ്റ്റ് വരുന്നത്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ കോയിൻ ഫോർജുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ഡിജിറ്റൽ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ടായിരിക്കും. ഓൾറെഡി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MLM ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊജക്ടുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതായത് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു അഫിലിയേറ്റ് സിസ്റ്റത്തിലൂടെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൊജക്ടുകൾ മാർക്കറ്റിലുണ്ട്. അപ്പൊ അവരിൽ നിന്നെല്ലാം നമുക്കൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ടായിരിക്കാം. അവിടെ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം വിൽക്കാനായിട്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തുകൊണ്ട് കുറെ പ്രൊഡക്റ്റുകൾ വിറ്റ് പോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കും MLM എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൺ ടൈം ഇൻകം അല്ലെങ്കിൽ ഒരു വൺ ടൈം കമ്മീഷൻ. ഇതൊക്കെയാണ് നമ്മൾ, അത് നല്ലതല്ല എന്നല്ല പറയുന്നത്, അതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആയിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. എല്ലാം ഡിജിറ്റൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പതുക്കെ നമ്മൾ കൂടി ആ ഒരു കാലം മാറുമ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം നമ്മൾ കൂടി സ്വീകരിക്കുകയാണെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ വരുമാനത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട്, ഇപ്പൊ ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മെയിൻ ആയിട്ട് അതൊക്കെ പരസ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആ രീതിയിലാണ് ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരുപാട് പരസ്യങ്ങൾക്കുള്ള ചെലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുറെ സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു MLM കൺസെപ്റ്റ് ആണെങ്കിൽ അവർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് നാളേക്ക് അവർ ഇത്ര നാളും ചെയ്തിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു അസറ്റ്, ആ ഒരു സംഗതി അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നാളേക്ക് അവർ ആ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിലൂടെ അവർക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ആൻസർ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഒരു ട്രഡീഷണൽ രീതി, അത് ബേസിക്കലി അതിന് ട്രഡീഷണൽ രീതി എന്ന് തന്നെ പറയാം. അതൊരു പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് ഉണ്ട്, നമ്മുടെ ബിസിനസ് ആണെന്ന് പറയുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല, ആ ഒരു ബിസിനസിന്റെ ഓണർഷിപ്പോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് അവിടെ ഒരു അസറ്റ് സമ്പാദിക്കാനായിട്ടോ സാധിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് നാളത്തെ ഒരു ജനറേഷന്റെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇനിയെല്ലാം ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റങ്ങളിലേക്കാണ് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഇക്കോ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്താലാണ്, അത്തരത്തിലുള്ള ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് നിന്നാലാണ് നല്ല രീതിയിലുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൺ ടൈം ഇൻകം അല്ലാതെ പല രീതിയിലുള്ള വരുമാനം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ അസറ്റ് മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളവിടെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും അതേപോലെ തന്നെ പാസീവായിട്ട് നമുക്ക് വരുന്ന ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അസറ്റുകൾക്ക് ഫ്യൂച്ചറിൽ അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യുവേഷനിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ ഇതെല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം ഡ്രൈവർ ഇല്ലാത്ത കാറ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന സിസ്റ്റങ്ങളും, അതായത് സ്മാർട്ട് സിസ്റ്റങ്ങളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്കൊരു
നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പല കാലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ പോലും കാലഹരണപ്പെട്ടു പോകുമെന്നുള്ള രീതിയിലേക്ക് മാറും. നമ്മൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ എന്തായാലും കാലഹരണപ്പെട്ടു പോകുമെന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ, അതൊരു ഡിജിറ്റൽ മേഖലയിലാണെങ്കിൽ ആ ഒരു ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റം ഏത് കാര്യങ്ങളാണോ ഡെവലപ്പ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് ആ സിസ്റ്റം മാർക്കറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് ബൈ ഡിഫോൾട്ട് അതിൽ നിന്നുള്ള ഒരു അസറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് 100% നമ്മളുടെ സ്വന്തമായിട്ടുള്ള അസറ്റുകൾ ലഭിക്കുന്നുണ്ട്. അതായത് ആ പ്രൊജക്ടിന്റെ പാർട്ട്ണർ ആയിട്ടാണ്, ഒരു റിയൽ പാർട്ട്ണർ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുന്നത് തന്നെ. അപ്പൊ നമുക്ക് കോയിൻഫോർജ് അതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു പാർട്ട്ണർ ആയിട്ടാണ് കോയിൻഫോർജ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ കമ്മ്യൂണിറ്റി എത്രത്തോളം നമ്മളിലൂടെ, നമ്മളെല്ലാവരും ഒരു കൂട്ടായ ശ്രമത്തിലൂടെ എത്രത്തോളം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നോ, എത്രത്തോളം ആളുകളിലേക്ക് നമ്മുടെ കോയിൻ എത്തിക്കുന്നോ, അതിനനുസരിച്ചിട്ടാണ് കോയിന്റെ പ്രൈസിൽ ഒരു ഇൻക്രിമെന്റ് വരുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലും ഒരുപാട് കോയിൻസ് ഉണ്ടായിരിക്കും. സോ നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, അതായത് എന്താണോ കോയിൻഫോർജ് എന്നുള്ള പ്രൊജക്ടിന്റെ ഡെവലപ്പറുടെ കയ്യിൽ അല്ലെങ്കിൽ ക്രിയേറ്ററുടെ കയ്യിലുള്ള അസറ്റ്, അത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ്, കോയിൻഫോർജ് എന്നൊരു പ്രൊജക്ടിന്റെ പാർട്ട്ണർ ആണ്. വൺസ് അത് നമ്മളതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ കോയിൻഫോർജ് എന്നുള്ള പ്രൊജക്ടിന്റെ പാർട്ട്ണർ ആണ്. സോ നമ്മൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ടിൽ എത്രത്തോളം ലാഭം ഫ്യൂച്ചറിൽ അതിന്റെ അസറ്റിൽ ആ ഒരു ടോക്കൺ എത്രത്തോളം ഡെവലപ്പ് ആകുന്നു, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്കും കൂടി കിട്ടുന്നുണ്ട്. ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ട് നമുക്ക് അറിയാലോ, ഒരു ബിസിനസ്സിൽ ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ട് നിൽക്കുമ്പോൾ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളുടെ കൂടെ ഫ്യൂച്ചറിൽ ആ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പായി അതിൽ നിന്നുള്ള ലാഭവിഹിതം അതും കൂടി കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഒരു ആക്റ്റീവ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇനിയുള്ള കാലത്ത്, ഇപ്പൊ മുൻപ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ലിങ്ക് കിട്ടുന്നത് പരമാവധി നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതായത് നമുക്ക് ഒരു സൊസൈറ്റിയിൽ, ഇനിയുള്ള കാലത്തുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് സൊസൈറ്റിയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ഇനിയുള്ള കാലം അങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രീതി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്, ആ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ ആ സിസ്റ്റത്തെ നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടത്തിലുള്ള ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെയും സ്വഭാവം, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തെ അപ്രോച്ച് ചെയ്യേണ്ട രീതി പോലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ട് കാലത്ത് വെറുതെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് പോയിരുന്ന രീതിയാണെങ്കിൽ ഇന്നത് സൊസൈറ്റിയിൽ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ആയിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് പേർക്ക് നല്ല വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്കത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തി രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു അഫിലിയേറ്റ് സിസ്റ്റം, അതിപ്പോ നമുക്ക് കോയിൻഫോർജ് സ്പെഷ്യലി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 പോയിന്റുകൾ നമുക്കതിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് അല്ലെങ്കിൽ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് വരുമാനം കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ അസറ്റ് എന്നുള്ള ഒരു കാറ്റഗറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ അസറ്റ് മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മിക്കവാറും നല്ല രീതിയിലുള്ള പ്രൊജക്ടുകളൊക്കെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും എന്തായാലും ഇതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതായത് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന കരാറുകൾ തന്നെ അതൊരു കോഡഡ് സിസ്റ്റം ആണെങ്കിൽ, അതൊരു പ്രോഗ്രാംഡ് സിസ്റ്റം ആണെങ്കിൽ അതെന്തായി സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ അതൊരു ഡീസെൻട്രലൈസ് സിസ്റ്റം കൂടിയാണെങ്കിൽ അത് എന്താണോ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് അറിയാലോ ഇന്റർനെറ്റ് ഉള്ള കാലത്തോളം അത് ആ രീതിയിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അതിൽ പിന്നീട് ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് പ്ലാറ്റ്ഫോം ആണോ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഷെയർ നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അതിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് സാധാരണ ഒരു ട്രഡീഷണൽ മേഖലയിൽ നമ്മളൊരു പാർട്ണർ ആവുന്നത് പോലെ അല്ലാതെ തന്നെ ഒരു ഡിജിറ്റൽ അസറ്റ് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ പാർട്ട്ണർ ആവുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നിന്ന് എന്തെല്ലാം റിവാർഡുകൾ ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ സംഭവിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു ഷെയർ നമുക്ക് കൂടി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇനി മുന്നോട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോ ഭാഗ്യവശാൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം പോയിന്റ് ഫോർജ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ അതും സിസ്റ്റം വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ മെന്റർ ആയിട്ടുള്ള ഷാജഹാൻ അബൂബക്കർ സാർ പോലും പല സ്റ്റേജുകളിലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇല്ല, അത് എംപവർ മാത്രമാണെന്ന് അദ്ദേഹം പല പ്രോഗ്രാമുകളിലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്ടിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇതിന്റെ നമ്മൾ ഭാഗമായിട്ടുള്ളത് നമ്മൾ ഒരു വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് ടോക്കനൈസ്ഡ് യൂട്ടിലിറ്റീസ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ മെറ്റാവേഴ്സ് ഗെയിംസ് ഒക്കെ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്കറിയാം നമുക്ക് അവിടെ എല്ലാം ഒരു ക്രിപ്റ്റോ കറൻസി കയ്യിലുള്ളവർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഗെയിംസിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഗെയിംസ് മാത്രമല്ല, ഈവൻ ഡിജിറ്റൽ അസറ്റ്, ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടുള്ള കാലത്ത് ടോക്കനൈസ്ഡ് യൂട്ടിലിറ്റീസ് ആണ് മുന്നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല നമ്മുടെ നാട്ടിൽ ബൂം ചെയ്ത് നിന്നിരുന്നു. എന്നാൽ ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഒരുപാട് പുറകിലേക്ക് പോയി. അതേപോലെ ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താണ് ആവശ്യം? ക്രിപ്റ്റോ കറൻസികളാണ് നമുക്ക് ആവശ്യം വരിക. കാരണം ഇതെല്ലാം റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലായിരിക്കും. അപ്പൊ ആ ബ്ലോക്ക് ചെയിനിൽ ഒരു പേയ്മെന്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ UPI സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സാധിക്കില്ല. അവിടെ എല്ലാം ഒരു ക്രിപ്റ്റോ കറൻസി, ആ രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസി മാത്രമാണ് നമുക്ക് അവിടെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അവിടെ പേയ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്ന മേഖല അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നുണ്ട്. കോയിൻ ഫോർജിൽ അത് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റെഫറൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നമുക്കറിയാലേ, ഇത് നമ്മളുടെ കോയിൻ ഫോർജ് എന്നുള്ള സിസ്റ്റത്തിൽ നമുക്ക് ആകെ ഈ ഒരു അഫിലിയേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു റെഫറൽ പ്രോഗ്രാമിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റെഫറൽ ലിങ്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ നമ്മൾ അവിടെ ആ ഒരു സിസ്റ്റത്തിന്റെ നമുക്ക് എന്താ പറയാ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ കോഡഡ് ആണ്. സോ നമ്മൾ ആ ഒരു റെഫറൽ ലിങ്ക് ഷെയർ ചെയ്യൽ മാത്രമേ ആവശ്യമുള്ളൂ. അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് അതിന്റെ ആ സ്ട്രക്ചർ ഒക്കെ ഓൾറെഡി ഫില്ലാകുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള വരുമാനം നമുക്കും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് ഏത് രീതിയിലാണോ കോഡ് ചെയ്തു വെച്ചിട്ടുള്ളത്, അവരുടെ പൊസിഷൻ എവിടെയാണോ നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്ലേസ് ആയിട്ടുള്ളത്, അതിനനുസരിച്ച് തന്നെ ആ റെഫറൽ റിവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതിനേക്കാൾ ഉപരി ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഡിജിറ്റൽ ഓണർഷിപ്പ് പൊസിഷൻ അതും കൂടി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു കോയിൻ ഫോർജിന്റെ കോയിൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡായിട്ട് ഫോർജ് റിവോൾവിലാണെങ്കിൽ 75%, ഫോർജ് റേസിലാണെങ്കിൽ നമ്മൾ 50%, 25% നമുക്ക് അവിടെ റിവാർഡ് ലഭിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള റിവാർഡുകൾ പോലും ആ റിവാർഡുകൾ ലഭിക്കുന്ന കോയിൻസ് പോലും നമ്മുടെ അസറ്റുകളാണ്. അത് പ്യുവർലി 100% നമ്മുടെ ഓണർഷിപ്പിലാണ്. അതില്
അത് നമ്മുടെ കയ്യിൽ വൺസ് എത്തിക്കഴിഞ്ഞാൽ അതിന് വേറൊരാൾക്ക് അതിന്റെ ഓണർഷിപ്പിൽ ഒരു ശതമാനം പോലും അവകാശം വേറൊരാൾക്കില്ല. 100% നമ്മുടെ ഓൺ അസറ്റ് ആണ്. അതായത് നമ്മുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള അസറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാം. അത് അത്തരത്തിലാണ് കോയിൻ ഫോർജിന്റെ റഫറൽ സിസ്റ്റം, അതായത് ഡിജിറ്റൽ അഫിലിയേറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻകത്തിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ മേഖലയും അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ് മേഖലയിലുള്ള വരുമാനത്തിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, ട്രഡീഷണൽ മേഖല നമ്മൾ എത്രത്തോളം നമ്മൾ എന്താ പറയാ എത്രത്തോളം പൊക്കി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനെ വർണ്ണിച്ച് പറയുകയാണെങ്കിലും ഭൂരിഭാഗം ഇൻകവും അതിൽ ആക്റ്റീവ് ഇൻകം തന്നെയാണ്. പാസീവ് ഇൻകത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ട്രഡീഷണൽ മേഖലയിൽ. എന്നിരുന്നാൽ ഡിജിറ്റൽ അസറ്റ് മേഖല അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ ആക്റ്റീവ് ഇൻകം 100% ഷുവർ ആണ്. അതേപോലെ തന്നെ പാസീവ് ഇൻകം നമ്മളൊരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പാസീവ് ഇൻകം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ അസറ്റ് മേഖല അല്ലെങ്കിൽ ആ ഡിജിറ്റൽ അസറ്റിന്റെ അഫിലിയേറ്റ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം, ഒരു ട്രഡീഷണൽ മേഖലയാണെങ്കിൽ ഒരു മന്ത്ലി സാലറി അതുമായിട്ട് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ലിമിറ്റഡ് ഇൻകം ആയിരിക്കും നമുക്ക് ട്രഡീഷണൽ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ട്രഡീഷണൽ മേഖലയിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമുക്കറിയാം അതിലൊരു സ്കെയിലബിലിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റുകൾ വേറെ വേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അത് നേരെ ഡിജിറ്റൽ അസറ്റിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് അഫിലിയേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡുകളെല്ലാം തന്നെ മാക്സിമം സ്കെയിൽ ചെയ്യാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാ വ്യക്തികൾക്കും കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഏത് രീതിയിൽ അത് യൂസ് ചെയ്യുന്നു, ഏത് രീതിയിൽ ആ സിസ്റ്റങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആ ഒരു റിവാർഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത്, ഇനിയിപ്പോ നമ്മൾ ട്രഡീഷണൽ മേഖലയിലുള്ള ഇൻകം ആണെങ്കിൽ അതൊരു എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിന്റെ മുതലാളി അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ആ ഒരു എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ എല്ലാ വരുമാനവും നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. അതേസമയം നമ്മളൊരു ഡിജിറ്റൽ അസറ്റിന്റെ അഫിലിയേറ്റ് സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റം എന്താണോ ആ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അവിടെ ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു സിസ്റ്റത്തെ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു, സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തെ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഗ്രോത്ത്. ട്രഡീഷണൽ മേഖല നമുക്കറിയാം ഒരു ഏരിയ എന്തായാലും ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിൽ അപ്പൊ അതിനൊരു ഗ്രോത്തിന് ഒരു ലിമിറ്റഡ് ഗ്രോത്ത് ആണ് നമുക്കൊരു ഏരിയ വൈസ് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റൽ അസറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ അതൊരു ഗ്ലോബൽ മാർക്കറ്റാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഒരു ഗ്ലോബൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ അസറ്റിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതായത് ഇനിയിപ്പോ അതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ അതിന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലർക്കും കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് പണക്കാര് ഒരിക്കലും കാശ് സമ്പാദിക്കാനായിട്ട് അവർ വർക്ക് ചെയ്യുന്നില്ല, അവര് പണം കൊണ്ടുവരുന്ന സിസ്റ്റങ്ങളെ സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ സിസ്റ്റം ഓൺ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കാം. റിയാലിറ്റിയാണ്. നമുക്കിപ്പോ നല്ല രീതിയിൽ കോയിൻ ഫോർജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അതിന്റെ ആ ഒരു റിസൾട്ട് അത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. പണത്തിന് പുറകെ ഓടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവര് പണം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പാദിക്കാനായിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. സമ്പാദ്യം കൊണ്ടുതരുന്ന ആ സിസ്റ്റം അവർ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് പലരും നമുക്ക് മുന്നിൽ നിന്ന് കാണിച്ചു തന്നിട്ടുള്ള റിസൾട്ടിലൂടെ അവർ നമുക്കൊരു മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മളൊരു കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം അവർ നമുക്ക് മുന്നിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നല്ല നല്ല അച്ചീവ്മെന്റ്സ് എടുത്തിട്ടുള്ള ആളുകൾ നമുക്കത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത്, ഇനി നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഡിജിറ്റൽ അസറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ കടന്നു വന്നാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കുറെ ഗുണങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യണല്ലോ. നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് കടന്നു വരുമ്പോൾ കിട്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു 5 റീസൺസ് ആണ്. അതായത്
ഒന്ന് ലോ എൻട്രി ബാരിയേഴ്സ്, അതായത് ഇതിലേക്ക് കടന്നു വരാനായിട്ടുള്ള തടസ്സങ്ങൾ വളരെ ചെറുതാണ്. തടസ്സങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ഇവിടെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഡിജിറ്റൽ അസറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മേഖലയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസ് തുടങ്ങണം, അല്ലെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വരണം. ഒരു ഓഫീസ് നമുക്കറിയാം, ഒരു ചെറിയൊരു ഓഫീസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫർണിഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു സീറോ കോസ്റ്റ് ആണ് ഒരു ഓഫീസ് ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വരുന്നത്. ഒരു സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവിടെ നമുക്കൊരു കോസ്റ്റ് വരുന്നില്ല. നെക്സ്റ്റ്, നമ്മൾ ഇത്രയും വലിയൊരു മേഖലയിലേക്ക്, ഒരു ഗ്ലോബൽ ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, ഒരു ട്രഡീഷണൽ മേഖലയാണെങ്കിൽ നമുക്ക് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ട്, സ്കിൽഡ് എംപ്ലോയീസിന് ആവശ്യം വരും. അപ്പൊ അതിനനുസരിച്ചുള്ള പേയ്മെന്റ്സ് അവർക്ക് കൊടുക്കണം. അതൊന്നും നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ അതൊന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ട്രസ്റ്റ്, അതിന്റെ ആ ഒരു സ്ട്രെങ്ത്, ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആ ഒരു സിസ്റ്റം റൺ ചെയ്ത് പോയിക്കോളും. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് വേറെ ഒന്നിന്റെയും തന്നെ ആവശ്യമില്ല. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് ആവശ്യം വരുന്നത്. അതേപോലെ തന്നെ ഇത് എത്രത്തോളം ഏതെല്ലാം മേഖലയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഏത് നിലയിലേക്ക് നമുക്ക് ഇതിനെ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇത് ഗ്ലോബൽ റീച്ച് ആണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും നമുക്ക് വേൾഡ് വൈഡ് ഒരു ഗ്ലോബൽ ബിസിനസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ഏതൊരു BOP-യിൽ ഞാൻ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോയിൻ ഫോർജ് നമ്മൾ എവിടെ ചെയ്താലും, ഇപ്പോ കേരളത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ചെയ്താലും, കണ്ണൂർ ചെയ്താലും, കോഴിക്കോട് ചെയ്താലും, ട്രിവാൻഡ്രത്ത് ചെയ്താലും ബെനിഫിറ്റ് സെയിം ആണ്. ഒരിക്കലും നമുക്ക് കിട്ടുന്ന, ഇപ്പൊ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് മറ്റൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല. പല ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ത്യക്ക് പുറത്ത് ചെയ്താൽ പോലും സെയിം ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ സിസ്റ്റം ആണ് ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഒരൊറ്റ സിസ്റ്റം, അത് വേൾഡ് വൈഡ് പാർട്ടിസിപ്പേഷന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമേഷൻ ആണ്. സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റം ആണ്. നമുക്കിനി ആ സിസ്റ്റത്തിൽ നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സിസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 24/7 ലൈവ് ആണ്. അത് 24 മണിക്കൂറും ഒരേ രീതിയിൽ ലൈവ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റങ്ങളാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിന് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് വൈഡ് ചെയ്യുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും സമയത്തിന്റെ ടൈം സോണിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റം 24/7 ലൈവ് ആയിരിക്കും. അതേപോലെ തന്നെ ടൈം ഫ്രീഡം, നമുക്ക് ഒരുപാട് സമയം, നമ്മൾ വൺസ് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് ടൈം, നമുക്ക് ബെനിഫിറ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. വൺസ് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസറ്റ് ക്രിയേഷൻ, നമ്മളുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വളരെയധികം പരിശ്രമം ആവശ്യമുണ്ട്. ആ പരിശ്രമത്തിന്റെ വരുമാനം നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലേക്കുള്ള വളരെ വലിയൊരു അസറ്റ് ക്രിയേഷൻ, ഒരു ആസ്തി, നമ്മുടെ സ്വന്തം ഒരു ആസ്തി നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഫ്യൂച്ചറിലേക്കുള്ള ട്രെൻഡ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഡിജിറ്റൽ അസറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ഇനി നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പല കമ്പനികളും ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള മേഖലയിലേക്കാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പ്രൊജക്ടുകളൊക്കെ നമ്മൾ വലിയ വലിയ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഒരു ബിസിനസ് ഐഡിയയുടെ കൂടെ ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി അവരുടെ കൂടെ ഉണ്ടെങ്കിലാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്നത്. സോ ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും എന്നുള്ളതിന്റെ ഒരു വളരെ വലിയൊരു സിഗ്നൽ തന്നെയാണത്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസിന്, ഒരു കോർപ്പറേഷൻസിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് പോകും എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വളരെ വലിയൊരു സൂചന കിട്ടുന്നുണ്ട്. കാരണം ഈ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവർ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അത് ഡെവലപ്പ് ചെയ്തു വരുന്നതിനേക്കാൾ നല്ല നല്ല സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറുള്ള നല്ല പ്രൊജക്ടുകളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ റിട്ടേൺസ് അവർ ഓട്ടോമാറ്റിക്കലി എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി എവിടെയുണ്ടോ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ എവിടെയുണ്ടോ അവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത്. സോ ഇനി അങ്ങോട്ട് കമ്മ്യൂണിറ്റി തന്നെയാണ് ഒരു ബിസിനസ്സിലെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിട്ട് വരുന്നത്. സോ അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ന് ട്രഡീഷണൽ മേഖലയിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ സമയം പ്ലസ് എഫേർട്ട് ആണെങ്കിൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം അതും ഡിജിറ്റൽ അസറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുക പ്ലസ് ആ പഠിച്ചത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ എന്താണോ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ സിസ്റ്റം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. അറിവും സിസ്റ്റം ഫോളോ ചെയ്യലും കൂടി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വരുമാനമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്കിപ്പോ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. ഒരു ഡിജിറ്റൽ മേഖല എന്നൊക്കെ പറയുമ്പോൾ പലർക്കും വരുന്ന കാര്യമാണ് ഒരു ടെക് എക്സ്പെർട്ട് ആവണോ, ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ആവണോ കാര്യങ്ങൾ, അതൊന്നും തന്നെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതും കൂടി നമ്മൾ ഇതിൽ നോക്കി കാണേണ്ട അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. നമുക്കൊരു ഡിജിറ്റൽ ലിറ്ററസി മാത്രമാണ് ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു എന്താ പറയാ ഡിജിറ്റൽ ലിറ്ററസി മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളത് ഒരു നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. എപ്പോഴെങ്കിലും ചെയ്ത് നോക്കുന്നതിന് പകരം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ട് പോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു റിസൾട്ടിലേക്ക്, അതിപ്പോ ഡിജിറ്റൽ അസറ്റ് ഭാവിയിലേക്ക് കിട്ടുന്നതിനൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വരുമാനം പ്രസന്റ്ലി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. വീണ്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഏത് മേഖല അല്ലെങ്കിൽ എങ്ങനെ നമ്മളിപ്പോ ChatGPT യൂസ് ചെയ്തിട്ടാണെങ്കിലും പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അതിലൊക്കെ വരുന്നൊരു കാര്യമാണ് ഫോളോയിങ് ദ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എല്ലായിടത്തും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ പലർക്കും ക്വിക്ക് ഇൻകം, ഇപ്പോ വലിയൊരു ഇൻകം കിട്ടുന്ന കാര്യങ്ങളാണ് ചിലർക്ക് വരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് ഇൻകത്തിനേക്കാൾ ഉപരി ഒരു ലാസ്റ്റ് ചെയ്യുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് നമ്മളെ ലീഡേഴ്സ് പല തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നമ്മൾ കറക്റ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിര വരുമാനം വളരെയധികം കാലം നിലനിൽക്കുന്ന ഒരു വരുമാനം നമുക്ക് കോയിൻ ഫോർജിലൂടെ നേടാനായിട്ട് സാധിക്കുന്നുള്ളത്. അത് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു ക്വിക്ക് ഇൻകത്തേക്കാൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം ആയിരിക്കും നമുക്ക് ഒരു ഡിജിറ്റൽ അസറ്റിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്ക് നമുക്ക് പാനിക് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെയും നമ്മൾ ചെറിയൊരു റീപ്ലേസ്മെന്റ്, നമ്മുടെ മൈൻഡിൽ ചെറിയൊരു ഷിഫ്റ്റ് വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പാനിക് ആവുക എന്നതിനേക്കാൾ ഒരു പേഷ്യൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ നോക്കി കാണുക എന്നുള്ളതാണ് അവിടെ ചെറിയൊരു മൈൻഡ് ഷിഫ്റ്റ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ പലരും പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പലരും പല കംപ്ലൈന്റുകൾ പറയുന്നുണ്ടായിരിക്കും അല്ലെ, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അപ്പൊ ആ കംപ്ലൈന്റ് പറയുന്നതിനേക്കാൾ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നുള്ളതൊന്നും ഒന്ന് പഠിക്കുകയാണെങ്കിൽ ചെറിയൊരു ഷിഫ്റ്റ് ആണ് മൈൻഡിൽ വരുന്നത്. കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് അതൊന്ന് പഠിക്കുക എന്നുള്ളത് ചെറിയൊരു ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, ഈ ഡിജിറ്റൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ ആരാണോ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അവർക്കാണ് വളരെ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏകദേശം സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ആവേണ്ട ആവശ്യമില്ല. ഒരു ഡിജിറ്റൽ അസറ്റിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ടെക്നിക്കൽ എക്സ്പെർട്ട് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ വലിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ അതും ആവശ്യമില്ല. വലിയൊരു ക്യാപിറ്റൽ നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ആകെ ആവശ്യമുള്ള ഒരു കാര്യം, ഇതില് മെജോറിറ്റി ഓൾറെഡി കോയിൻ ഫോർജിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കാം. ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആകെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം. ആ ഒരു ധൈര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക്
സ്റ്റാർട്ട് ചെയ്യാം. മുന്നോട്ടുള്ള യാത്ര സുഗമമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് പലരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് ബിറ്റ് കോയിൻ വാങ്ങി വെക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നിപ്പോ യൂട്യൂബിൽ റീൽസും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളുകളെ പോലെ എനിക്കും ചെയ്യാമായിരുന്നു, എല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് പല ആളുകൾ പറയും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഇനിയും ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും നമ്മളൊരു കൺസ്യൂമർ ആയിട്ട്, ഇപ്പൊ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം നമ്മൾ കൺസ്യൂമർ ആയിട്ട് നിന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ഈ ഒരു ഡിജിറ്റൽ മേഖലയിൽ നിൽക്കാൻ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ, ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് വരുമാനം നേടാൻ അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആയി മാറാൻ നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം. ക്ലോസിംഗിലായിട്ട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്, അതായത് ഇനി ഫ്യൂച്ചർ എന്തായാലും ഡിജിറ്റലാണ്. അതേപോലെ തന്നെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻകം എന്തായാലും ഡിജിറ്റലാണ്, ഓണർഷിപ്പ് ഡിജിറ്റലാണ്. ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്താണ് ആ ഒരു ഇൻകവും അല്ലെങ്കിൽ ഡിജിറ്റൽ ഫ്യൂച്ചറും അതേപോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ അസറ്റും ഇതൊക്കെ നേടാനായിട്ട് നമ്മുടെ പൊസിഷൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റിൽ നമ്മൾ എന്താണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാണിയായിട്ട് നമ്മൾ തുടരുകയാണോ എന്നുള്ളത് മാത്രമാണ് നമ്മളോട് ചോദിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യം. സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ടിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ മൈക്ക് ഓൾറെഡി നമ്മുടെ ഹോസ്റ്റ് സമദ് സാറിന് കൈമാറാണ്. സമദ് സാർ, പ്ലീസ് ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾക്ക് ഡിജിറ്റൽ അസറ്റ് കിട്ടുന്ന വഴികൾ എന്ത് ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ